സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. എന്നാലും അത് എന്താണെന്ന് ഇപ്പോഴും അറിയാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? കമ്പനീസിന്റെ ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇതൊരു ആപ്പ് ആണോ, ഓൺലൈനായിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണോ എന്നൊക്കെ. അതൊന്നുമല്ല, ഇത് റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ മെയിനായിട്ട് നമുക്കുള്ളത് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE, വേറൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE. ലിസ്റ്റഡ് ആയിട്ടുള്ള ഏത് കമ്പനിയുടെ ഷെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിക്കുന്നതിലൂടെ നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്ററായി മാറും. എന്ന് വെച്ചാൽ നിങ്ങളും ഇനി ആ കമ്പനിയുടെ ഭാഗമാണ്. ആ കമ്പനിയുടെ ലാഭത്തിലും നഷ്ടത്തിലും നിങ്ങൾക്കും പങ്കുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ. നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയറിനെ 100 രൂപയ്ക്ക് വാങ്ങിയാൽ പിന്നെ ആ കമ്പനി വളരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഷെയർ പ്രൈസ് 150, 200, 300 ഒക്കെ ആവും. ആ ഹയർ പ്രൈസിൽ നിങ്ങൾ ആ കമ്പനിയുടെ ഷെയർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. രണ്ട്, ഡിവിഡൻഡ് ഇൻകം. ചില കമ്പനികൾ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഡയറക്റ്റ്ലി അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഷെയർ വിൽക്കാണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്ന ആ ഒരു ഇൻകമിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ കയ്യിൽ റിലയൻസിന്റെ 1000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഷെയറിന് 10 രൂപ ഡിവിഡൻഡ് ആയി റിലയൻസ് കമ്പനി നൽകാനായി തീരുമാനിച്ചാൽ നിങ്ങളുടെ കയ്യിൽ 1000 ഷെയർസ് ഉള്ളത് കൊണ്ട് 10,000 രൂപ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം ഉണ്ടാക്കാനുള്ള രണ്ട് വഴി ക്യാപിറ്റൽ ഗെയിൻസും ഡിവിഡൻഡ് ഇൻകമും ആണ്. അപ്പോൾ ഇത് രണ്ടുമല്ലാതെ ട്രേഡിംഗ് ചെയ്യുന്നവർ ഷോർട്ട് ടേമിൽ പ്രൈസിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസിനെ മുതലെടുത്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള സമയത്തിൽ ബൈയും സെല്ലും ഒക്കെ ചെയ്ത് അവിടെ ഒരു ക്വിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും. പക്ഷെ ഇത് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നല്ല രീതിക്ക് പഠിച്ച് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ പണം നഷ്ടമാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഇതിൽ നിന്നും എങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എവിടെ തുടങ്ങണം എന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് 1, ആദ്യം ആവശ്യമുള്ളത് നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഇതില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് യൂസ് ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായം വേണമെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്റ്റെപ്പ് 2, ഇനി നിങ്ങൾ എടുക്കേണ്ട തീരുമാനം നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ ആവണോ അതോ ട്രേഡർ ആവണോ എന്നുള്ളതാണ്. ഇൻവെസ്റ്റർ ആവാൻ നമ്മൾ മാർക്കറ്റിൽ കൂടുതൽ സമയം ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഫ്യൂച്ചറിൽ നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ട്രേഡിംഗ് ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യവും ടൈം അവൈലബിലിറ്റിയും എല്ലാം കണക്കിലെടുത്തിട്ട് ട്രേഡർ ആവണോ ഇൻവെസ്റ്റർ ആവണോ എന്നുള്ള തീരുമാനം എടുക്കണം. സ്റ്റെപ്പ് 4, ഇനിയിപ്പോൾ തീരുമാനം എടുത്ത ഉടനെ അങ്ങ് ചാടിക്കയറി ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? അതെന്താന്ന് ഓരോന്നായി നോക്കാം. നമ്പർ 1, സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് ആൻഡ് ടെർമിനോളജീസ്. ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും അതിന്റെ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഒരു കമ്പനിയുടെ ജാതകം മുഴുവൻ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ട 2 അനാലിസിസ് ഉണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്, വേറൊന്ന് ടെക്നിക്കൽ അനാലിസിസ്. ഏത് സ്റ്റോക്കാണ് നല്ലത്, ഏത് സ്റ്റോക്ക് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അതെപ്പോൾ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ് ഈ 2. ഇതിനെക്കുറിച്ചുള്ള ഫ്രീ വീഡിയോസ് ഒത്തിരി യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി കൃത്യമായി സ്ട്രക്ചറലി പഠിച്ചെടുക്കാൻ വേണ്ടി എഡ്വലപ്പിന്റെ 2 month ലൈവ് ഓൺലൈൻ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയും കഴിയുമ്പോൾ ഏത് സ്റ്റോക്കാണ് നല്ലത്, ഏത് സ്റ്റോക്ക് എപ്പോൾ വാങ്ങാം, എപ്പോൾ വിൽക്കാം, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് നോളജ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പതിയെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രാക്ടിക്കലി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് വെച്ച് കളിക്കുമ്പോൾ ഓർക്കേണ്ട കുറച്ച് ടിപ്സ് കൂടി തരാം. ഒരിക്കലും യൂട്യൂബിലും ടെലഗ്രാമിലും ഒക്കെ കിട്ടുന്ന ടിപ്സ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് കാശ് കളയരുത്. മിക്കതും സ്കാം ആണ്. സ്വയം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ പൈസയും ഒറ്റയടിക്ക് ഒരേ ഷെയറിൽ ട്രേഡോ ഇൻവെസ്റ്റോ ചെയ്യരുത്. പോയാൽ മുഴുവനും പോകും. പ്ലാൻ ചെയ്ത് കളിക്കുക. ട്രേഡ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എടുക്കുന്ന എല്ലാ ട്രേഡും വാങ്ങുന്ന എല്ലാ ഷെയറിന്റെയും ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാത്തിനും ഒരു കണക്ക് വേണം. ഈ ഡേറ്റ ഇടയ്ക്കിടയ്ക്ക് നോക്കി എങ്ങനെ ഇനി നമ്മൾ അടുത്തെടുക്കുന്ന ട്രേഡ്സ് ബെറ്റർ ആക്കാമെന്ന് കണ്ടുപിടിക്കുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.